പ്രിയരെ നമസ്കാരം. ഇന്നത്തെ കാഴ്ചയിൽ മൂവാറ്റുപുഴ വാളകം ആയുർവേദ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുള്ള മാതൃക ഔഷധ ഉദ്യാനത്തിൻ്റെ ദൃശ്യങ്ങൾ പങ്കുവെക്കാം. 25ലധികം ഔഷധ സസ്യങ്ങളുടെ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പലതിൻ്റെയും പേര് നമുക്കറിയാം, എന്നാൽ അവയിൽ പലതും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അതിവിടെ നേരിട്ട് കാണുവാനുള്ള അവസരമുണ്ട്. ദേശീയ ആയുഷ് മിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് വഴി തിരഞ്ഞെടുത്ത ആയുർവേദ ആശുപത്രികളിൽ മാതൃക ഔഷധ ഉദ്യാന പദ്ധതി നടപ്പാക്കുന്നു. നമുക്ക് വേണ്ട മിക്ക ഔഷധങ്ങളും നമുക്ക് ചുറ്റും ഈ പ്രകൃതിയിൽ തന്നെയുണ്ട്. അവയെ തിരിച്ചറിയാനുള്ള പരിജ്ഞാനവും അവബോധവും നാം വളർത്തിയെടുക്കണം. അതിനായി ഇത്തരം പദ്ധതികൾ നമ്മെ സഹായിക്കും. ആയുരാരോഗ്യം കൈവരിക്കുക എന്നതോടൊപ്പം ആയുർവേദത്തെ ജനകീയമാക്കുക എന്നതും ഈ പദ്ധതിയുടെ മുഖ്യ ഉദ്ദേശമാണ്. ആയുർവേദ ജീവിതശൈലിയും ഭക്ഷണശീലങ്ങളും ജനങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനും നമുക്ക് ചുറ്റുമുള്ള ഔഷധ സസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഉപയോഗത്തെക്കുറിച്ചും അവബോധം ജനങ്ങളിൽ വളർത്തി രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പാക്കുക എന്നതും ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ്. ആശാവർക്കർമാർ, അംഗൻവാടി പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർക്കും പൊതുജനങ്ങൾക്കും ആയുർവേദ ജീവിതശൈലിയെക്കുറിച്ചും ഔഷധ സസ്യങ്ങളെക്കുറിച്ചുമുള്ള പരിശീലനം ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നുണ്ട്. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. ധാരാളം രാസമൂലകങ്ങൾ നമ്മുടെ ശരീരത്തുണ്ടെങ്കിലും രാസമിശ്രിതങ്ങൾ ചേർത്തുണ്ടാക്കുന്ന അലോപ്പതി ഔഷധങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത് ശരീരത്തിന് ദോഷം തന്നെയാണ്. അതിൻ്റെ ഉത്പാദകർ വൻകിട ലാഭമുണ്ടാക്കും എന്നതിനപ്പുറം അലോപ്പതി മരുന്നുകൾ പൊതുജന ആരോഗ്യത്തിന് യാതൊരു ഗുണവും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ജൈവികമായ ജീവിതശീലങ്ങളിലേക്കും ഒരു ചികിത്സാ പദ്ധതിയിലേക്കും നാം മടങ്ങിപ്പോകണം. അതിനായി ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം നാം വളർത്തിയേ പറ്റൂ. നമ്മുടെ ആരോഗ്യം പച്ചപിടിക്കുവാൻ നമുക്ക് ചുറ്റുമുള്ള ഈ പച്ചപ്പിനെ ആശ്രയിച്ചേ പറ്റൂ. കുറഞ്ഞപക്ഷം നാം കഴിക്കുന്ന ഭക്ഷണത്തിലെങ്കിലും വിഷമായങ്ങൾ കലരാതിരിക്കുവാൻ ഒരു മുൻകരുതൽ ആവശ്യമാണ്. ഇനി മറ്റൊരു കാഴ്ചയുമായി വരും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.